ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട് ചാവക്കാട്. ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. പ്ലാറ്റിനം പോലെ സിൽവർ. മുൻ MLA KV അബ്ദുൽ ഖാദർ എഡിറ്റ് ചെയ്ത ചുവപ്പിന്റെ അണിയാത്ത നക്ഷത്രം പ്രകാശിതമായി. ഗുരുവായൂർ രുക്മിണി റീജൻസിയിൽ നടന്ന ചടങ്ങിൽ CPM ജില്ലാ സെക്രട്ടറി MM വോഗീസ് പുസ്തക പ്രകാശനം നിർവഹിച്ചു. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് PR കൃഷ്ണൻ പുസ്തകം ഏറ്റുവാങ്ങി. കോഴിക്കോട് ഗ്രാൻഡ്മ ബുക്സും ചാവക്കാട് ഹോച്ചിമിൻ പഠന കേന്ദ്രവും സംയുക്തമായാണ് പുസ്തക പ്രകാശനം സംഘടിപ്പിച്ചത്. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, CPM ജില്ലാ കമ്മിറ്റി അംഗം C സുമേഷ്, ഏരിയ സെക്രട്ടറി TT ശിവദാസൻ എന്നിവർ സംസാരിച്ചു. സജീവൻ മാണിക്കോത്ത് സ്വാഗതവും CPM ലോക്കൽ സെക്രട്ടറി KR സൂരജ് നന്ദിയും പറഞ്ഞു. എഡിറ്റർ KV അബ്ദുൽ ഖാദർ മറുപടി പ്രസംഗം നടത്തി. വലിയ ജനസഭ പിടിച്ചുപറ്റാൻ കഴിയുന്ന വിധത്തിലുള്ള പോരാട്ടങ്ങളിലാണ് സഖാവ് യെച്ചൂരി നേതൃത്വം കൊടുത്തത് എന്നത് ഒരു ചരിത്ര വസ്തുത മാത്രമാണ്. രാഷ്ട്രീയ രംഗത്ത്, പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയ രംഗത്ത്, അതിൽ തന്നെ വിശേഷിച്ച് CPM ആ രംഗത്തുള്ള സഖാവിന്റെ ഇടപെടലുകളെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 1985 തന്നെ, അതായത് CPM-ന്റെ 12ാമത് കോൺഗ്രസ് 1985 അന്നേ യുവാവായിരിക്കെ തന്നെ, ചെറുപ്പത്തിൽ തന്നെ യെച്ചൂരി പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നു. പിന്നീട് വന്ന 1988 13ാം പാർട്ടി കോൺഗ്രസ് തിരുവനന്തപുരത്ത് വെച്ചാണ് പാർട്ടി കോൺഗ്രസ്. ആ പാർട്ടി കോൺഗ്രസിലെ യെച്ചൂരി CPM-ന്റെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നു. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? 1 രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആലുകാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ. അന്താരാഷ്ട്ര നിലവാരമാർന്ന 100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്. ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ്. പ്ലാറ്റിനം പോലെ സിൽവർ. ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.